പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിൽ ഉദയം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ കഥകളിലൂടെ പഠിപ്പിച്ച യേശുനാഥൻ്റെ പ്രബോധനങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിൽ പഠന വിഷയമാക്കുന്നത്. ഉപമകൾ എന്ന് പൊതുവെ പറയപ്പെടുന്ന കഥകൾ. ഇന്ന് നമ്മൾ ചെറിയ 3 ഉപമകളാണ് പഠന വിഷയമാക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന്. ഉപമകളിലേക്ക് തിരിയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യമായി സുവിശേഷത്തിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അരമുറുക്കിയും വിളക്കു കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം മുഴുവനും ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന പ്രബോധനങ്ങളാണ്. വാസ്തവത്തിൽ 12-ാം അധ്യായം മാത്രമല്ല, 9-ാം അധ്യായം 51-ാം വാക്യം മുതൽ 19-ാമത്തെ അധ്യായം 46-ാം വാക്യം വരെയുള്ള ഒരു വലിയ ഭാഗം മുഴുവനും യാത്രാവിവരണമെന്നാണ് ഭാഗം അറിയപ്പെടുന്നത്. യേശു ജെറൂസലേമിലേക്കുള്ള യാത്രാമധ്യേ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗം മുഴുവനും യാത്രാവിവരണമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ 12-ാമത്തെ അധ്യായം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഇവിടെ യേശുവിന്, ദൈവവചനത്തിന്, ദൈവരാജ്യത്തിന് ഭയം കൂടാതെ സാക്ഷ്യം വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങുന്ന പ്രബോധനങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയും. അതിനിടയ്ക്ക് ഭോഷനായ ധനികൻ്റെ ഉപമ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്പത്തിൽ ആശ്രയിക്കുന്നത് ഭോഷത്വമാണെന്നും യഥാർത്ഥമായ ശാന്തിയും സമാധാനവും ശാശ്വതമായ ജീവിതവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്തിലല്ല ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്ന ഒരു ഉപമ. അതിനുശേഷം ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവിധങ്ങളായ ഉദാഹരണങ്ങളിലൂടെ യേശു പഠിപ്പിച്ചു. പിന്നീടാണ് ഈ 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലെ 2 ഉപമകൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. സദാ ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായ ഭൃത്യന്മാർ എന്നാണ് POC ബൈബിളിൽ ഈ ഉപമകൾക്കായിട്ട് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തുടർന്ന് തന്നെ 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലും വീണ്ടും ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു പ്രബോധനമാണ് കൊടുക്കുക. ഇവിടെ 3 ഉപമകൾ നമ്മൾ ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, യേശു പലപ്പോഴായി പറഞ്ഞ ഉപമകളാണ്. ഇതെല്ലാം കൂടെ ഒറ്റയിരുപ്പിന് പറഞ്ഞതാകണമെന്നില്ല. യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അവതരിപ്പിക്കുന്നത് സുവിശേഷകന്മാരാണ്. മർക്കോസാണ് ഈ സുവിശേഷം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് മത്തായും ലൂക്കായും സുവിശേഷങ്ങൾ അവതരിപ്പിക്കുക. പക്ഷേ ഓരോ സുവിശേഷകന്മാർക്കും തങ്ങളുടേതായ അവതരണ രീതിയുണ്ട്. അപ്പോൾ ഏത് ഉപമ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നത് ഒരുപക്ഷെ ചരിത്രപരമായ അത്ര തന്നെ പ്രാധാന്യമുള്ളതായിരിക്കുകയില്ല. കാരണം യേശു പലപ്പോഴായി പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അവതരിപ്പിക്കുന്ന സുവിശേഷകന്മാരാണ്. അതുകൊണ്ട് തന്നെ പറയും, സുവിശേഷങ്ങൾ യേശുവിൻ്റെ കൃത്യമായൊരു ജീവചരിത്രമല്ല, യേശുവിൻ്റെ പ്രബോധനങ്ങളുടെ സമാഹാരമാണ്. യേശുവിലൂടെ, യേശു പറഞ്ഞതിലൂടെ, യേശു പ്രവർത്തിച്ചതിലൂടെ ഈ ഭൂമുഖത്തേക്ക് അവതരിപ്പിക്കുന്ന സുവിശേഷമാണ് ഈ 4 പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു കാലഗണന ഇതിന് കണ്ടെത്താൻ സാധിക്കുകയുമില്ല. ഇവിടെ ലൂക്ക ഈ 3 ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു കാരണം കൂടിയുണ്ട്. ചിതറിക്കിടന്ന പലപ്പോഴായി പറഞ്ഞ ഉപമകൾ 3 ഉപമകൾ പ്രത്യേകം എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക തീമുണ്ട്, പ്രത്യേകമായൊരു പ്രമേയമുണ്ട്. ആ പ്രമേയമാണ് ഇവിടെ മുഖ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുക. ഉത്തിഷ്ഠത, ജാഗ്രത എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. പ്രത്യേകമായി ജാഗ്രതയോടുകൂടി ഇരിക്കുക, എപ്പോഴും ഉണർന്നിരിക്കുക, ഉണർന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് 3 ഉപമകളിലും പ്രത്യേകം എടുത്തു പറയുക. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 3 ഉപമകളുടെ സാഹചര്യം ഓർക്കുക. സാഹചര്യം
പ്രത്യേകിച്ചും യുഗാന്തത്തെ സംബന്ധിച്ച ചിന്തയുടെ ഒരു സാഹചര്യമാണ്. എപ്പോഴാണ് അവൻ വരിക എന്നറിയില്ല. അവൻ കള്ളനെ പോലെ വരും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ മടങ്ങി വന്ന യജമാനനെ പോലെ ആയിരിക്കും. യജമാനൻ കണക്ക് തീർക്കാൻ വരും എന്നൊക്കെ പറയുന്ന കഥകളെല്ലാം പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് പറയുക. അതായത് ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരും. അത് യുഗാന്തമായി കരുതിയിരുന്നു. ലോകാവസാനം, പ്രത്യേകിച്ചും യേശുവിൻ്റെ കാലം AD 1-ാം നൂറ്റാണ്ട്, BC 1-ാം നൂറ്റാണ്ട് യേശുവിൻ്റെ കാലഘട്ടമായപ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്ത ജനതകളുടെ ഇടയിൽ, പ്രത്യേകിച്ചും യഹൂദരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. 2-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ്. പ്രത്യേകിച്ചും അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയപ്പെടുന്ന സിറിയൻ ചക്രവർത്തിയുടെ കീഴിലുണ്ടായ മതപീഡന കാലത്ത് ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്ത ഇസ്രായേൽക്കാരിൽ പ്രബലപ്പെട്ടു. ദാനിയേലിന്റെ പുസ്തകത്തിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണും. സഖറിയായുടെ പുസ്തകത്തിലും ജോയലിന്റെ പുസ്തകത്തിലും ഇപ്രകാരമുള്ള ലോകാവസാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അന്ന് രൂപം കൊണ്ടതും ഇന്ന് അപ്പോക്രിഫ അഥവാ അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നതുമായ പുസ്തകങ്ങളാണ്. ഏനോക്കിന്റെ പുസ്തകം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ആദാമിന്റെ പുസ്തകം, മോശയുടെ സ്വർഗാരോഹണം, ഏശയ്യായുടെ സ്വർഗാരോഹണം, 12 ഗോത്രപിതാക്കന്മാരുടെ ഉടമ്പടി, സിബിലിലെ ഓറക്കിൾസ്, ഇങ്ങനെ കുറേയേറെ പുസ്തകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏനോക്കിൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഏനോക്കിൻ്റെ ദർശനങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ എല്ലാം എടുത്തു കാണിക്കുന്ന ഒന്ന്, അപ്രതീക്ഷിതമായ വിധത്തിൽ ദൈവം ഈ ചരിത്രത്തിലേക്ക് ഇടപെടും, ഈ ഭൂമിക്കും ചരിത്രത്തിന് അവസാനം വരുത്തും, ഒരു പുതിയ യുഗം ആരംഭിക്കും. ആ പുതിയ യുഗത്തിൽ ഇസ്രായേൽ ജനമായിരിക്കും രക്ഷിക്കപ്പെടുക. വിജാതിയരെല്ലാവരും, ഇസ്രായേലെ പീഡിപ്പിച്ച വിജാതിയരെല്ലാവരും അഗ്നികുണ്ഠത്തിലേക്ക് എറിയപ്പെടും. അങ്ങനെ ഇസ്രായേലിന് പുതിയ ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഉണ്ടാകും. അത് ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. യേശുവിനോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഇപ്രകാരമുള്ള ഒരു സൂചന കാണാം. ഇപ്പോഴാണോ ലോകം അവസാനിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും സുവിശേഷങ്ങൾ കാണും. ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിയുമ്പോൾ അപ്പസ്തോലന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇപ്പോഴാണോ അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുക, ഒരു പുതിയ യുഗം ആരംഭിക്കുക? അതല്ലെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം 19-11 ഇപ്രകാരമാണ്. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറൂസലമത്തിന് സമീപമായിരുന്നു, ദൈവരാജ്യം ഉടൻ വന്നു ചേരും എന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. ദൈവരാജ്യം ഉടനെ വരും. അപ്പോൾ ദൈവം ശക്തമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഇടപെടും, ഒരു പുതിയ രാജ്യം ഇവിടെ സ്ഥാപിക്കും എന്നുള്ള ചിന്ത യേശുവിൻ്റെ അപ്പസ്തോലന്മാരുടെ മനസ്സിലും തങ്ങി നിന്നു. അപ്പോൾ വരാൻ പോകുന്ന ഒരു രാജ്യം, ആ രാജ്യമാണ് യേശു പ്രഘോഷിക്കുന്നതെന്ന് അവർ വിചാരിച്ചു. ദൈവരാജ്യത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച്, സാമീപ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ കടന്നു വരുന്നത് ഈ വലിയ യുഗാന്ത ചിന്തകളാണ്. അപ്പോൾ യേശു എന്താണ് ഇതിനെക്കുറിച്ച് പറയുക? എപ്പോഴാണ് ഇത് സംഭവിക്കുക? എന്താണ് ഈ യുഗാന്തം കൊണ്ട് അർത്ഥമാക്കുക? ഇതിൽ നമുക്ക് ഈ ഉപമകളിലൂടെ ചില വിശദീകരണങ്ങൾ കിട്ടും. ആദ്യത്തെ ഉപമ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ചെറിയ ഉപമയുടെ ഒരു ആമുഖം ഇപ്രകാരമാണ്: നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. അത് തന്നെ ഒരു ഉപമയാണ് വാസ്തവത്തിൽ. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ യഹൂദർ ധരിച്ചിരുന്നത് ഒരു നീളം കുപ്പായമാണ് ഇതുപോലെ, പക്ഷേ കുറെ കൂടി അയഞ്ഞ കുപ്പായമായിരിക്കും. അത് ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അരമുറുക്കി കെട്ടിയെങ്കിലേ സാധിക്കുകയുള്ളൂ. അയഞ്ഞ കുപ്പായം അരമുറുക്കണം. അപ്പോൾ അരമുറുക്കുന്നത് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയാണ്. അത് ഓടാനായിരിക്കാം, പണിയെടുക്കാനായിരിക്കാം, എന്തെങ്കിലും ആട്ടെ. യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ അരക്കെട്ട് അഴിച്ചിടും. അപ്പോൾ എണീറ്റ് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അരമുറുക്കും. അപ്പോൾ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോലിക്ക്, അത് യുദ്ധത്തിനായിരിക്കാം, ഓട്ടത്തിനായിരിക്കാം, കൃഷിക്കായിരിക്കാം, എന്തുമാവട്ടെ, അരമുറുക്കുന്നത് ഒരുക്കമാണ്. വിളക്ക് കത്തിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടിയിട്ടാവാം, ജോലി ചെയ്യാൻ വേണ്ടിയാവാം. അപ്പോൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ അരമുറുക്കുകയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന എന്താണ്? മടങ്ങി വരുന്ന യജമാനനെ സ്വീകരിക്കാൻ, കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി ഒന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. കല്യാണ വിരുന്ന് സാധാരണഗതിയിൽ വൈകുന്നേരമാണ് തുടങ്ങുക. ആ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിലൂടെ 6 മണിയോടുകൂടിയാണ് കല്യാണ വിരുന്ന് ആരംഭിക്കുക. അത് ചിലപ്പോൾ കുറേയേറെ സമയം ദീർഘിച്ചെന്ന് വരും. യഹൂദരുടെ സമയഘടന ഇവിടെ ഓർത്തിരിക്കുന്നതാണ്. രാത്രിയെ യാമങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. 4 യാമങ്ങളായിട്ട് തിരിക്കും. രാത്രിയുടെ 1-ാം യാമം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയാണ്.
രണ്ടാം യാമം 9 മുതൽ 12 വരെ, മൂന്നാം യാമം 12 മുതൽ 3 വരെ, നാലാം യാമം 3 മുതൽ 6 വരെ. അപ്പോൾ 6 മണി മുതൽ 6 മണി വരെ, സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ ആണ് രാത്രിയായിട്ട് കണക്കാക്കുക. ആ രാത്രിയെ 4 യാമങ്ങളായി തിരിക്കുന്നു. അതേസമയം പകലിനെ മണിക്കൂറുകളായിട്ടാണ് കണക്കാക്കുന്നത്. പകലിൻ്റെ മണിക്കൂർ, 1-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 മണിയാണ്. ഇപ്പോൾ 12-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 6 മണിയാണ്. 11-ാം മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ 5 മണി. മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ച കാര്യം പറയുമ്പോൾ അവസാന 11-ാം മണിക്കൂറിൽ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും വൈകുന്നേരം 5 മണി, ജോലി തീരുന്നത് 6 മണിക്കാണ്. അപ്പോഴിങ്ങനെ യാമങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. രാത്രിയിലാണ് വിരുന്ന് നടക്കുക. വിരുന്ന് ദീർഘിക്കും, പലപ്പോഴും അത് 3-4 മണിക്കൂർ അതിൽ കൂടുതൽ നടന്നു വരും. ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല. പലപ്പോഴും നടന്നായിരിക്കും, കഴുതപ്പുറത്തായിരിക്കും വരിക. യജമാനൻ എപ്പോഴാണ് വരിക എന്നറിയില്ല. അപ്പോൾ യജമാനൻ എപ്പോൾ വന്ന് മുട്ടിയാലും കതക് തുറന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുങ്ങിയിരിക്കുന്ന ഭൃത്യന്മാരെ പോലെ ആയിരിക്കണം. അവൻ്റെ വരവ് കാത്തിരിക്കുക. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ യേശു ഒരു ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണത്തിന് ലക്ഷ്യമുണ്ട്. ഇപ്പോൾ യജമാനൻ വന്ന് വാതിൽക്കൽ മുട്ടുന്നത് പോലെ ദൈവം നമ്മുടെ വാതിൽക്കൽ മുട്ടും. അതെൻ്റെ ഹൃദയവാതിൽക്കലായിരിക്കാം, ഈ ലോകത്തിൻ്റെ വാതിൽക്കലായിരിക്കാം. എന്തിനു വേണ്ടിയാണ് വരുന്നത് നമുക്ക് താമസിയാതെ പിന്നീട് കാണാം. അപ്പോഴിങ്ങനെ ഒരുങ്ങിയിരിക്കുക. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഉറങ്ങിപ്പോകരുത്. ഉറക്കം അപകടമാവും. യജമാനൻ ഒന്ന് വാതിൽക്ക് മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല എങ്കിൽ ആ ഭൃത്യൻ ശിക്ഷിക്കപ്പെടും. കാരണം ഭൃത്യൻ്റെ ഉത്തരവാദിത്വം യജമാനന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് താമസിച്ചു പോയി എന്ന് പറയാനൊന്നും അവന് അവകാശമില്ല. ഇങ്ങനെ കാത്തിരിക്കണം അന്നത്തെ ഒരു ആചാരമാണ്. ഇന്നാണെങ്കിലും വന്ന് മണിയടിച്ചാൽ വാതിൽ നമ്മൾ കൊടുക്കാൻ ഇപ്പോഴും ഉണ്ടായിരിക്കും. റിസപ്ഷനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഹോട്ടലിലാവാം, ധ്യാന കേന്ദ്രങ്ങളിലായിരിക്കാം, വീടുകളിലായിരിക്കാം, മഠങ്ങളിലായിരിക്കാം, എവിടെയും ആവട്ടെ, വന്ന് മണിയടിച്ചാൽ തുറന്നു കിടക്കാനായിട്ട് വാതിൽ കാവൽക്കാരനുണ്ടാവും. അപ്പോൾ അതുപോലെ കാവലിരിക്കുന്നവരായിരിക്കണം നമ്മൾ. അതുകൊണ്ടാണ് അവൻ വന്ന് രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ, രാത്രി 2-ാം യാമം എന്ന് പറഞ്ഞാൽ രാത്രി അർദ്ധരാത്രിയോടുകൂടി ആയിരിക്കാൻ വരിക. ചിലപ്പോൾ 3-ാം യാമം എന്ന് പറയുമ്പോൾ വെളുപ്പിന് 3 മണി വരെയൊക്കെ ആകാം, അത്രയുമൊക്കെ ആകാം, ദീർഘിച്ചു പോകാം. അവരെ ഒരുക്കമുള്ളതായി കണ്ടാൽ ആ ഭൃത്യൻ ഭാഗ്യവാൻ. എന്ന് ഓർത്തുകൊള്ളുക. രണ്ടാമത്തെ ഉപമ വേറൊന്നാണ്. കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. കള്ളൻ മുൻകൂട്ടി അപ്പോയിൻറ്റ്മെന്റ് മേടിച്ചിട്ടല്ലോ വരിക. ഇതാ ഞാൻ നാളെ വെളുപ്പിന് 3 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ കയറാൻ പോകുന്ന ഒരു കള്ളനും ഫോൺ ചെയ്ത് പറയില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു വ്യക്തമാകുമ്പോഴാണ് കള്ളൻ തുറക്കാനായിട്ട് വരിക. ആളില്ലാത്ത സമയം നോക്കിയായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് വാതിൽക്കൽ മുട്ടുന്ന വീട്ടുടമസ്ഥൻ, വാതില് തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ ആരും കാണാതെ അകത്ത് കിടക്കുന്ന കള്ളൻ, രണ്ടും ഉദാഹരണമാണ്. അപ്പോൾ ദൈവം കള്ളനെ പോലെയാണോ, ദൈവം യജമാനനെ പോലെയാണോ? അതല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം കടന്നു വരുന്ന, ഇവർ പ്രതീക്ഷിച്ചിരുന്ന ലോകാവസാനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയണം. എന്താണ് ദൈവം നിർണായകമായി ഇടപെടാൻ പോകുന്നത് അത് നമുക്കറിയില്ല. കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നാണ് മാത്രം. ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ഉറങ്ങിപ്പോകുന്ന, ശ്രദ്ധയില്ലാത്ത ഗൃഹനാഥനെ പോലെ ആവരുത്. ഉറങ്ങിക്കഴിയുന്ന ഭൃത്യന്മാരെ പോലെ ആവരുത്. ജീവിതത്തിലെ ജാഗ്രത ആവശ്യമാണ്. മൂന്നാമത്തെ ഉദാഹരണം പത്രോസ് ചോദിക്കുകയാണ്. പത്രോസ് 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് മൂന്നാമത്തെ ഉപമയാണ്. വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? ഇപ്പോൾ വിവേകിയായ കാര്യസ്ഥനെ കുറിച്ചാണ് പറയുക. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടി ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് അവൻ ശിക്ഷാർഹമായത് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. ഇതാണ് മൂന്നാമത്തെ ഉപമയുടെ കൺക്ലൂഷൻ. മൂന്നാമത്തെ ഉപമയും ഒരേ കാര്യം തന്നെയാണ് പറയുക.
യജമാനൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു അടിമകളുടെ തലവൻ അല്ലെങ്കിൽ വേലക്കാരുടെ മേൽനോട്ടക്കാരൻ, സൂപ്പർവൈസർ. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വീട്ടിലുള്ള എല്ലാവർക്കും യഥാസമയം ഭക്ഷണം കൊടുക്കുക, ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വമാണ്, അത് ആധിപത്യത്തിനുള്ള അവകാശമല്ല എന്നോർക്കണം. ഓരോരുത്തരെയും ദൈവം ഒരു ജോലി ഏൽപ്പിക്കുന്നുണ്ട്. ആ ഏൽപ്പിച്ച ജോലിയിൽ പരിപൂർണമായി വിശ്വസ്തനായിരിക്കണം. അതെല്ലാ തരത്തിലും അധികാരികളെ സംബന്ധിച്ചും ബാധകമാണ്. അവൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവന് സംപ്രീതനാവും. അല്ല, തനിക്ക് കിട്ടിയിരിക്കുന്ന അധികാരം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും അവരെ പീഡിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം അവനോട് കണക്ക് ചോദിക്കും. ഈ 3 ഉപമകളിലൂടെയും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, പ്രതീക്ഷിക്കാത്ത അവസരത്തിലായിരിക്കും കണക്ക് ചോദിക്കുക. ആരാണ് കണക്ക് ചോദിക്കൽ? എന്തിനെക്കുറിച്ച് അവനോട് പറയുക? ഞാൻ സൂചിപ്പിച്ചു, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. 3 സാധ്യതകളാണ് ഞാനിവിടെ കാണുക. ഒന്ന് യുഗാന്തത്തെ സംബന്ധിച്ചാണ്. അതാണ് ഇസ്രായേലിലെ ഏറ്റവും നിലവിലിരുന്നത്. ഇന്നും ഒരുപാട് തെറ്റിദ്ധാരണകളും തെറ്റായ പ്രബോധനങ്ങളും നിലനിൽക്കുന്നുണ്ട് ലോകാവസാനത്തെക്കുറിച്ച്. ഇപ്പോൾ ലോകത്തിന് അവസാനം ഉണ്ടാകും, ഈ യുഗത്തിനെല്ലാം മാറ്റമുണ്ടാകും. അത് കൃത്യമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നു സംഭവിക്കും എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് യേശു യുഗാന്ത പ്രഭാഷണങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരിക. എപ്പോഴാണ് വരിക എന്നറിയാൻ പാടില്ല. ഈ ലോകത്തിന് മാറ്റം ഉണ്ടാകും, പക്ഷേ നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. നാളെ ഈ ലോകം ഉണ്ടായിരിക്കുമോ എന്ന് തീർച്ചയില്ല. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ശാസ്ത്രജ്ഞന്മാർ പലതും പറയുന്നുണ്ട്, നമുക്കറിയാൻ പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് ലോകത്തിൻ്റെ അവസാനം എപ്പോഴാകുമെന്ന് കണക്ക് കൂട്ടാനുള്ള പല മാർഗങ്ങളും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും വെളിപാട് പുസ്തകത്തിൽ നിന്നും ഒക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട്. പക്ഷേ പ്രതീകാത്മകമായ ഭാഷയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റുന്നത് വ്യാഖ്യാതാക്കൾക്കാണ്. അതുകൊണ്ട് ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, ലോകത്തിന് അവസാനം ഉണ്ടാകും, പക്ഷേ എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത് അതിനെക്കുറിച്ച് മനുഷ്യപുത്രന് പോലും അറിയാൻ പാടില്ല. എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിയുകയില്ല. തെസലോണിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം കാണും: സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിന്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പോൾ എപ്പോഴാണ് സംഭവിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് നാളെ സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് ലോക അവസാനത്തെക്കുറിച്ച്, ലോകത്തിന് അവസാനം ഉണ്ടാകും, അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ ബൈബിളിലുണ്ട്. പ്രത്യേകിച്ചും വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ നവീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനങ്ങളിലുണ്ട്, യേശുവിൻ്റെ പ്രബോധനങ്ങളിലുണ്ട്. അതൊക്കെ ദീർഘമായൊരു പഠന വിഷയമായി തന്നെ കൂടെ എസ്കത്തോളജി എന്ന ഒരു ബൈബിൾ പഠനശാസ്ത്ര ശാഖ തന്നെയുണ്ട്. എസ്കത്തോളജി, യുഗാന്ത വീക്ഷണം, യുഗാന്ത പ്രബോധനങ്ങൾ. അതിലേക്കൊന്നും വിശദമായിട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇത് ലോകാവസാനത്തെക്കുറിച്ചായിരിക്കാം. ലോകം അവസാനിക്കും തീർച്ചയായിട്ടും. പക്ഷേ അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു പുതിയ ലോകം ഉത്ഭവിക്കും എന്നാണ് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം എപ്പോഴും. ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒരു വ്യക്തിയുടെ അന്ത്യമാണ്. ലോകം എപ്പോഴും അവസാനിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അവസാനിക്കുന്ന കാര്യം തീർച്ചയാണ്. എനിക്ക് മുമ്പ് പോയ എല്ലാവരും മരിച്ചവരാണ്. നമുക്കൊന്നും ഒരുപാട് കാലം ദീർഘിച്ചിട്ടില്ല. മനുഷ്യ ജീവിതം 70 ഏറിയാൽ 80 എന്നൊക്കെ സങ്കീർത്തനം പറയും. അതിപ്പോൾ 100 120 ഒക്കെ ആയെന്ന് വരും. എന്നാലും കൃത്യമാണ്, നമുക്ക് ഒരു നൂറ്റാണ്ടിലധികം അധികം ആരും ജീവിക്കാറില്ല. അപ്പോൾ എനിക്ക് ഒരന്ത്യമുണ്ടാകും. പക്ഷേ എപ്പോഴാണ് സംഭവിക്കുക അത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഞാൻ 100 കൊല്ലം ജീവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മധ്യത്തിൽ, പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് താഴെ വീണ് മരിച്ചുപോയെന്ന് വരാം. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ ഡിവൈനൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നൊരു ദിവസം, അത് 2000-ലാണ്, ജൂൺ 20-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചതുപോലെയായി. എൻ്റെ തലയിൽ രക്തം കട്ടയായി, അതിൻ്റെ പ്രത്യാഘാതം നൽകി മരണം കടന്നു വന്നതായി. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു, എല്ലാവരും മരിച്ചു കരുതിയതാണ്. പക്ഷെ അവിടെ തമ്പുരാൻ എന്നെ എണീപ്പിച്ചു, ജീവിക്കുന്നു. എത്രയോ ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അത്യാഹിതങ്ങളിലൂടെ ആയിരിക്കാം, രോഗങ്ങളിലൂടെ ആയിരിക്കാം, ഹൃദയാഘാതത്തിലൂടെ ആയിരിക്കാം, എന്തെല്ലാം രീതിയിൽ. അപ്പോൾ എപ്പോഴാണ് എൻ്റെ അന്ത്യം എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ അന്ത്യം, എൻ്റെ മരണം, എൻ്റെ കർത്താവ് എന്നെ സ്വീകരിക്കാനായിട്ട് ഒരു ദിവസമാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ശൂന്യതയിലേക്കല്ല പോകുന്നത്. എൻ്റെ അന്ത്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. അതിപ്പോഴാകാം, നാളെയാകാം, ഇന്ന് എപ്പോഴെങ്കിലും ആകാം. അതുകൊണ്ട് കർത്താവ് വരുന്ന ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് നിൻ്റെ കണക്ക് ചോദിക്കാനായിട്ട് കർത്താവ് വരുന്നതെന്ന് അറിയില്ല. കർത്താവ് വരുന്നത് കൂട്ടിക്കൊണ്ടു പോകാനാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ചോദ്യം ഉണ്ടാകും. പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ്.
നീ നിന്റെ കണക്കുകൾ ബോധിപ്പിക്കുക. നിനക്ക് ഞാൻ തന്ന സമയം, നിനക്ക് തന്ന കഴിവുകൾ, നിനക്ക് സമ്പത്ത്, നിന്റെ ജോലി, നിന്റെ അവസരങ്ങൾ, നീ എല്ലാം സൗജന്യമായി സ്വീകരിച്ച് എന്തു ചെയ്തു അതുകൊണ്ട് കണക്ക് അവതരിപ്പിക്കുക. പ്രസന്റ് യുവർ അക്കൗണ്ട്സ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ കണക്കുകൾ അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. ഇതാണ് ഉപമയുടെ രണ്ടാമത്തെ തലത്തിലുള്ള വ്യാഖ്യാനം, യുഗാന്തത്തെക്കുറിച്ച്, വ്യക്തിപരയുടെ അന്തത്തെക്കുറിച്ച്. മൂന്നാമത്തെ വിധം ദൈവം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേറെ രീതിയിലായിരിക്കാം. മരണം മാത്രമല്ല, ഓരോ ദിവസവും കർത്താവ് കടന്നു വരുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു. അതിനെക്കുറിച്ച് ലൂക്ക എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യേശു പ്രകാരം പറയുന്നുണ്ട്. അവൻ ജെറൂസലത്തിന് അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചു പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസങ്ങൾ എങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിർദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്നെ ഞെരുക്കുകയും ചെയ്യും ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അത് ജെറൂസലമിനോട് പറയുന്നത് ഓരോ വ്യക്തിയോടുമാകാം. ദൈവം എന്നെ സന്ദർശിക്കാൻ വരുന്നു മരണത്തിലൂടെ മാത്രമല്ല, ഓരോ ദിവസവും വരുന്നുണ്ട്. അത് പല രീതിയിലായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലായിരിക്കും ദൈവം സന്ദർശിക്കാൻ വരും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സാഹചര്യത്തിൽ, പക്ഷേ പള്ളിയിൽ പോകുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ ഒരു കൂട്ടുകാരനിലൂടെ കേൾക്കുന്ന ഒരു വാക്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഹായം ചോദിച്ചു കൊണ്ടുവരുന്ന ഒരു യാചകനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ രോഗിയായ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം. എങ്ങനെയാണ് കർത്താവ് കടന്നു വരുന്നത് എന്നറിയില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കർത്താവ് കടന്നു വരും. ആ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണോ, ഒരുങ്ങിയിരിക്കുന്നു ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ ജീവിതവും എൻ്റെ വിധിയും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വിധി എഴുതുന്നത് അവസാന നിമിഷത്തിലല്ല, വിധി എഴുതുന്നത് മരണത്തിന് ശേഷമല്ല, മരണനിമിഷത്തിലുമല്ല, ഇപ്പോഴാണ്. അപ്പോൾ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്ന് ജെറൂസലേമിനെ നോക്കി യേശു വിലപിച്ചതുപോലെ എന്നെ നോക്കി, നമ്മെ നോക്കി വിലപിക്കാൻ ഇടയാവരുത്. കാരണം ജാഗ്രതയുള്ളവരായിരിക്കണം. എന്താണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ, ഒരുങ്ങിയിരിക്കണം, അലസതയരുത്, കിട്ടിയിരിക്കുന്ന സമയം പൂർണ്ണമായും ഉപയോഗിക്കണം, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. അത് പ്രാർത്ഥനയാവാം, എന്തുമാവട്ടെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നാളത്തേക്ക് ഞാൻ മാറ്റിവെക്കരുത്. ദൈവത്തിന് കണക്ക് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ഞാൻ. ഓരോരുത്തരും, അത് വ്യക്തികളും സമൂഹവും, ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാൻ ബാധ്യപ്പെട്ടവനാവണം. ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്ന് പറയും. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ കഠിനമായി ശിക്ഷിക്കപ്പെടും, അറിയാതെയാണ് ചെയ്യുന്നവൻ ലഘുവായി ശിക്ഷിക്കപ്പെടും. ഇത് ഉപമയുടെ താരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് പ്രത്യേക കാര്യം പഠിപ്പിക്കുക. ഒരു കഠിനമായ ശിക്ഷ നിത്യമായ ശിക്ഷയായിരിക്കും. അത് നരകമെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ അറിവോട് സമൂഹത്തോടു കൂടി ചെയ്യുന്ന പാപത്തിന് കഠിനമായ ശിക്ഷ ഉണ്ടാകും, അകന്നു പോകാനായിട്ട് പറയുന്നതായിരിക്കും. പക്ഷെ അറിവ് കൂടാതെയോ പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലാതെയോ ചെയ്യുന്നതാണെങ്കിൽ ലഘുവായ ശിക്ഷയായിരിക്കും, അത് കാലികമായ ശിക്ഷ എന്ന് പറയും. അപ്പോൾ ഈ ശിക്ഷയല്ല ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ദൈവത്തോടു കൂടെ ആയിരിക്കുക, എന്നും അവിടുത്തെ ഭവനത്തിലായിരിക്കുക, അവിടുത്തെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം ലഭിക്കുക. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ താക്കീതുകളെല്ലാം നൽകുന്നത്. അതിനുവേണ്ടിയാണ് ഉപമകളിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. സദാ ഒരുങ്ങിയിരിക്കുക, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് എപ്പോഴാണ് കടന്നു വരിക എന്നറിയാത്തതിനാൽ ഏത് രീതിയിൽ എപ്പോൾ വന്നാലും അങ്ങേ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒരുങ്ങിയിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിരന്തരമായ ജാഗ്രത പാലിക്കാൻ, ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ മുഴുവനും പൂർണ്ണ വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ അവസരങ്ങളും ഞങ്ങളുടെ സമയങ്ങളും അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കൊണ്ട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.